ഇറാൻ ഇൻ റിയൽ ആൻഡ് ഇറാൻ ഇൻ മീഡിയ, ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മുമ്പിലോട്ട് മീഡിയ ത്രൂ കാണുന്നത്, അതെങ്കിൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും, അത് തീവ്ര വലതുപക്ഷം ആയിക്കോട്ടെ, മറ്റ് തീവ്ര ഇസ്ലാമിക് വിരോധികളായിക്കോട്ടെ, പിന്നെ മറ്റ് കുറേ ചാനലുകൾ നമുക്കറിയാം, പല ഗോദി സപ്പോർട്ടിങ് മീഡിയാസ്, അല്ലെങ്കിൽ കുറേ മീഡിയാസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട് അല്ലേ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയം മുതൽ ന്യൂസുകൾ ഒരുപാട് കാണുന്നുണ്ട്. ദ റിയൽ ഇറാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിലോട്ട് കാണിച്ചു തരുന്നത്, അതായത് ഇസ്ലാമിക് ഭരണകൂടത്തിൻ്റെ അണ്ടറിൽ വളരെ കഷ്ടപ്പെട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ട്, വിദ്യാഭ്യാസം ഇല്ലാണ്ട്, GDP റേറ്റിൽ വളരെ താഴ്ന്നു കിടക്കുന്ന, ഹെൽത്ത് കെയറിൽ വളരെ മോശമായിട്ടുള്ള, യുദ്ധത്തിന് മാത്രം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം കൊതിയുള്ള കുറേ ഇസ്ലാമിക് ഭരണ അധികാരികളുടെ അണ്ടറിൽ വലഞ്ഞ് കടച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഇറാൻ, അതായത് ഈ യുദ്ധം എന്ന സമയത്ത് പോലും ഒരു ഒരു ആഭ്യന്തര യുദ്ധം വരും, അല്ലെങ്കിൽ ആ ഒരു റെജീം ചേഞ്ച് വരെ ഉണ്ടാവും എന്ന് നമ്മുടെ മുമ്പിലോട്ട് കാണിച്ചു തന്ന മീഡിയാസാണ് നമ്മൾ പല മീഡിയാസിലും കണ്ടത്. പക്ഷേ ഇത് റിയൽ ഇറാൻ എന്താണ്? ഇറാൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം എന്താണോ ഇറാനിൽ നടന്നത്, അല്ലെങ്കിൽ അതിനുശേഷം എന്താണ് ഇറാൻ എന്നുള്ളത് കാണിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പുകളും യഥാർത്ഥത്തിലാണ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, 1979 ഷാ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് ഇസ്ലാമിക് ഇപ്പം നമ്മൾ ആയത്തുള്ള അലി ഖമേലി ഖമേലി അല്ലെങ്കിൽ അവരുടെ ഷിയ ഭരണം അവർ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നതും, ആ സമയത്ത് അന്നത്തെ ജനങ്ങൾ, ഷാ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ജനങ്ങൾ ഈ ഒരു ഇതിലോട്ട് റെജീം ചേഞ്ച്, അന്ന് 79 നടക്കുന്ന റെജീം ചേഞ്ച് വരുന്നതൊക്കെ ആ സമയത്താണ്. അപ്പം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അതായത് അതിനുശേഷം ഒരു 10-50 വർഷത്തിനടുത്തായല്ലോ ശേഷം, എന്തുകൊണ്ട് ജനങ്ങൾ വീണ്ടും ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു? അവിടുത്തെ ഈ ഷിയ ഭരണത്തിൻ്റെ അടിയിൽ പെട്ടിട്ട് കഷ്ടപ്പെട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ട്, പിള്ളേർക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ട്, ചെറിയ പിള്ളേരെ വരെ കല്യാണം കഴിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ പുറത്തിറങ്ങി നടക്കുന്നില്ല, വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, ഹിജാബിൻ്റെ പുറത്തോട്ട് വരാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങനത്തെ കാരണങ്ങളാണെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷവും നമ്മുടെ നാട്ടിലെ എച്ചിൽ സംഘികളും ഇങ്ങനത്തെ കുറേ പേര് ഇതിങ്ങനെ, അതായത് മുസ്ലിം വിരോധമുള്ള ഏതൊരു ആൾക്കാരും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താഴത്തെ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു സൈഡിൽ കൂടെ. അതായത് കറൻറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇറാനിലെ ഒരു ഡേ ടു ഡേ ലൈഫ് എന്താണെന്നാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇറാനിലെ സ്ട്രീറ്റുകളാട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ടത് എന്തായിരിക്കും? കംപ്ലീറ്റ് ബുർക്ക എല്ലാം മൂടി, സ്ത്രീകൾ പുറത്തു പോലെ ഇറങ്ങാൻ പേടിക്കുന്ന ഒരു സ്ഥലം അല്ലേ. ഇസ്ലാമിക് ഭരണത്തിൻ്റെ അണ്ടറിൽ, ഇസ്ലാമിക് ഭരണത്തിൻ്റെ അണ്ടറിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ. നമ്മളിപ്പോൾ കാണുന്നത് ഇറാനിലെ ടെഹ്റാനിലും അതുപോലെ തന്നെ മറ്റ് ഇസ്ഫാനിലും ഒക്കെ ഉള്ള സിറ്റീസിലുള്ള വീഡിയോ ക്ലിപ്പുകളാണ് കേട്ടത്. അവിടെ എങ്ങനെയാണോ സ്ത്രീകൾ നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നടക്കുന്നേക്കാളും നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സുകളൊക്കെ ധരിച്ച്, അതായത് ബിക്കിനി കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞ, യൂറോപ്യൻ കൾച്ചർ അല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നിങ്ങൾ എടുക്കുക. ഇന്ത്യൻ കൾച്ചർ എടുത്തോ, മിഡിൽ ഈസ്റ്റ് എടുത്തോ, ദുബായ് എടുത്തോ, അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എടുത്തോ, അവിടെയൊക്കെ നടക്കുന്ന പോലെ തന്നെ സ്ത്രീകൾ നടക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാം. വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഈ പറഞ്ഞ പോലെ ബുർക്ക മാത്രം, കണ്ണ് മാത്രം പുറത്തോട്ട് കാണിച്ച് നടക്കുന്ന ഒരു സ്ത്രീകളുമല്ല. അങ്ങനെ നടക്കുന്നവരുണ്ട്, അതെല്ലാ സ്ഥലത്തുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. നടക്കുന്ന സ്ത്രീകളെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പം ഇതാണ് റിയൽ ഇറാൻ എന്ന് പല ആൾക്കാർക്കും അറിയില്ല. എല്ലാവരുടെയും മനസ്സിൽ പണ്ടത്തെ സൗദി അറേബ്യ എങ്ങനെയാണോ, സൗദി മാറിയിട്ടുണ്ട് നമുക്കറിയുന്ന കാര്യം, പണ്ടത്തെ സൗദി അറേബ്യ എങ്ങനെയാണോ അതുപോലെയാണ് ഇറാൻ. സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ഇപ്പം അത് കഴിഞ്ഞ് നമ്മളിപ്പം ഇറാൻ്റെ ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇറാൻ്റെ ഏത് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും ഇറാൻ്റെ ടോട്ടൽ 100% ലിറ്ററസിയുടെ കാര്യം നോക്കുമ്പം ഇറാൻ ഇന്ത്യയേക്കാൾ മുമ്പിലാണ്. അതെ, ഇന്ത്യയേക്കാൾ മുമ്പിലാണ് ഇറാൻ്റെ ലിറ്ററസി. 90+ ആണ്, 90+ ആണ് അവരുടെ ലിറ്ററസി വരുന്നത്. ഇന്ത്യ പോലും 82-83 വരെ വന്നിട്ടുള്ളൂ ഇന്ത്യയുടെ ലിറ്ററസി. ഇനി അതിൽ തന്നെ സ്ത്രീകളുടെ ലിറ്ററസി എടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ 60%, യൂണിവേഴ്സിറ്റിയിലെ 60% സ്റ്റുഡൻസും സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാളും കൂടുതൽ ലിറ്ററസി കിട്ടുന്ന സ്ഥലമാണ് ഇറാൻ. അതുപോലെ തന്നെ ഇറാനിലെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇറാൻ കൺട്രി. ഇപ്പം ഞാൻ അറിയുന്ന കുറേ പേരോട് സംസാരിച്ചു, അവിടെ പോയ കുറേ ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പം അവരൊക്കെ പറയുന്നത് നമ്മുടെ നാട് പോലെയല്ല. ഇറാനിലെ ആളുകൾ കൂടുതലും അവിടെ തന്നെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. പുറത്തോട്ട് പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് തന്നെ അവർക്ക് ജോലി ചെയ്യാനും, അവർ തന്നെ എവിടെന്നെങ്കിലും ഒരു ഇപ്പോൾ ഓട്ടോമൊബൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇറാൻ ഇൻഡസ്ട്രി അവരുടെ ഓൺ പ്രൊഡക്ഷനാണ് അവർ പലതും ചെയ്യുന്നത്. അവർ പുറത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് കാര്യങ്ങൾ പഠിച്ച് വന്നിട്ടും അവിടെ തന്നെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് മിസൈൽ സിസ്റ്റം നമ്മൾ കണ്ടല്ലോ. ഇറാൻ്റെ മിസൈൽ സിസ്റ്റം ഭയങ്കര, ഇസ്രായേലും അമേരിക്ക പോലും അന്തം വിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ ടെക്നോളജി അവർ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യും, അവർ ഭയങ്കര ഉഷാറാണ്. അതിൽ സ്ത്രീകളുണ്ട് ഒരുപാട്. ഈ പറഞ്ഞ ഓട്ടോമൊബൈലിലാണെങ്കിൽ അവിടുത്തെ പല പ്രൊഡക്ഷൻ ഏരിയയിലും സ്ത്രീകൾ ഒരുപാട് ഇൻവോൾവ് ആവുന്നുണ്ട് ഇറാനിൽ.
നമുക്കൊന്നും ഇത് അറിയില്ല. നമ്മൾ കണ്ടെടുത്തോളം ഇറാനിൽ ബുർക്ക ധരിച്ച് വീടിൻ്റെ അകത്ത് ആണുങ്ങൾക്ക് വേണ്ടി വെച്ചും വിളമ്പിയും കൊടുക്കുന്ന സ്ത്രീകൾ മാത്രമാണ് ഇറാൻ നമ്മൾ വിചാരം. പക്ഷെ അതല്ല ഇറാൻ്റെ സത്യാവസ്ഥ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഓട്ടോമൊബൈലിംഗ് അങ്ങനത്തെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ മാറ്റി നിർത്തി ഇറാൻ്റെ ഹെൽത്ത് കെയർ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഇറാനിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നല്ല പല ഭാഗത്തും. അതുകൊണ്ടാണ് അത്രയും സ്റ്റുഡൻസിന് നമ്മൾ ഇറാനിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. ഈ പോയ പിള്ളേരൊക്കെ അവിടെ MBBS പഠിക്കാൻ പോയത്, അവിടുത്തെ മെഡിസിൻ ആണ് പഠിക്കാൻ പോയത്. കാരണം ഇപ്പം നമ്മൾ ആ ഒരു മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റം സോ ഫാർ ബെറ്റർ ആണ്. അതായത് ഏറ്റവും കൂടുതലായിട്ട് ട്രാൻസ്പ്ലാന്റ്, അതായത് നമ്മുടെ നാട്ടിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ന്യൂനതമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ബേസ് ലെവൽ ടു ഹയർ ലെവലിൽ ഇറാനിലാണ് അത് ഫസ്റ്റ് തന്നെ ഉടലെടുത്ത് വരുന്നത്. നമ്മൾ മിഡിൽ ഈസ്റ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഇറാനിൽ കിട്ടുന്നത്. അത് മാത്രമല്ല ഇറാനിൽ ഏറ്റവും കൂടുതൽ സ്റ്റെം സെൽസ്, നമുക്കറിയാം ഇപ്പോൾ സ്റ്റെം സെൽസ് റിസർച്ചും കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മുടെ വേൾഡിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇറാൻ. ഇറാനിൽ സ്റ്റെം സെൽ റിസർച്ചിന് അത്രയും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രൈമറി ഹെൽത്ത് കെയർ ആ സെൻറ്റേഴ്സ് പോലെ ഇറാനിലെ പ്രൈമറി ടു ഹയർ ലെവലിലോട്ട് അവിടെ റൂറൽ അർബൻ ഏരിയയിൽ ഞാനീ പറയുന്നത് ഒരു ടെഹ്റാൻ സിറ്റിയിൽ അല്ലെങ്കിൽ ഇസ്ഫാൻ സിറ്റിയിലുള്ള കാര്യമല്ല. അവരുടെ റൂറൽ ടു അർബൻ ഏരിയയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആരോഗ്യ ഹോസ്പിറ്റൽസും ഗവൺമെൻറ് ഹോസ്പിറ്റൽസും സപ്പോർട്ടുമാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ക്യാൻസേഴ്സ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും എത്രയോ ആളുകൾ ഇറാനിലോട്ട് വരുന്നുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും സ്റ്റെം സെൽ റിസർച്ചിനും അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനും വേണ്ടിയിട്ട്. അത് 1980 മുതൽ തന്നെ ഇറാൻ ഇതിനൊക്കെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെ ഇറാനിൽ പല രീതിയിൽ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു കാര്യം, ഇറാനിൽ ഷിയ ഭരണത്തിന് അണ്ടറിലായതുകൊണ്ട് മ്യൂസിക്കിനെ എതിർപ്പാണ് അവർക്ക്. അവർ മ്യൂസിക്കിന് ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ ഒരു രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇറാനിൽ നടക്കുന്നില്ല എന്ന്. നിങ്ങൾ ഈ സൈഡിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്ട്രീറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ കാണാത്ത പോലെ സ്ട്രീറ്റുകളിൽ അത് ആണും പെണ്ണും, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണും ആണും അവരുടെ വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള മ്യൂസിക്സും കാര്യങ്ങളും ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ് ഇറാൻ. അവിടെ പെണ്ണും ആണും ഒക്കെ ഉണ്ട്. അവിടെ ആണുങ്ങൾക്ക് ഒരു സെക്ഷനും പെണ്ണുങ്ങൾക്ക് സെക്ഷനും അങ്ങനെ ഒന്നുമില്ല ഇറാനിൽ. നമ്മുടെ ഈ നാട്ടിൽ ഈ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്ലാമിക് വിരുദ്ധത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളാണ്. പക്ഷെ സെയിം ടൈം ഞാൻ പറയുന്നുണ്ട്, അവിടുത്തെ ഷിയ ഭരണത്തിനുണ്ടല്ലോ ഒരുപാട് അവർക്ക് ഇതുണ്ട്. അതായത് ഒരു പ്രോപ്പർ മുസ്ലിം ഷിയ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്ക് അവരൊരു ഇത് ചെയ്യും, ഒരു അതിരുകൾ വെക്കും എല്ലാത്തിനും. അത് അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ അതിരുകൾ ഒരിക്കലും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി കഷ്ടപ്പാടുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കയറുന്ന സമയത്ത് തല മറയ്ക്കണം, അല്ലെങ്കിൽ പുറത്തൂടെ വരുമ്പോൾ തല മറച്ചിട്ടില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കണ്ടു. നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ ഈ കാണുന്നത് ചില ബയാസ്ഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രമാണ്. നമ്മൾ അതേ സ്ഥലത്ത് കണ്ട വീഡിയോസ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ തല മറയ്ക്കുന്നുണ്ടോ ആളുകൾ, തല മറയ്ക്കാണ്ടാണ് ആളുകൾ നടക്കുന്നത് പോകുന്നത് ഒക്കെ നമുക്ക് വ്യക്തമായ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേറെ എവിടെയും കോപ്പി പേസ്റ്റ് എടുത്തോ അല്ലെങ്കിൽ AI ക്രിയേറ്റഡോ ഒന്നുമല്ല. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു രീതിയിലോട്ട് അവിടെ ആളുകൾ ചിന്തിക്കുന്നതൊക്കെ നമ്മൾ പറയില്ല. പക്ഷേ നമ്മളിത് കണ്ടുകഴിയുമ്പോൾ നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ ഇത് മാറും ഇറാനിലോട്ട്. അതുപോലെ ഇറാൻ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ടൂറിസ്റ്റായിട്ട് ഇറാനിൽ പോകുന്നുണ്ട്. ഇന്ത്യൻസും മറ്റ് യൂറോപ്യൻസും ഒക്കെ ഇറാനിൽ പോകുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ ഇറാൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ നമ്മളെ കണ്ണിലോട്ട് ഇറാനെ കാണിച്ചു തന്നത് ഇറാൻ ഇങ്ങനെയാണ്, ഇറാനിലൊരു സ്വാതന്ത്ര്യമില്ല, ഇറാൻ യുദ്ധത്തിന് വേണ്ടി മാത്രം അഫ്ഗാനിസ്ഥാൻ പോലെ പെണ്ണുങ്ങളെ പുറത്തു പോലെ ഇറക്കാത്ത അല്ലെങ്കിൽ ആ രീതിയിലോട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ജീവിക്കുന്ന ഒരു വൃത്തികെട്ട രാജ്യമാണ് ഇറാൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇറാൻ്റെ GDP ഒരുപാട് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 4.8 മില്യൺ അങ്ങനെ എന്തോ ലെവലിലോട്ടൊക്കെ GDP അവർ ഉയർന്നു വരുന്നുണ്ട്. GDPയുടെ സ്ഥാനം എനിക്ക് 35th പൊസിഷനായിട്ടാണ് ഇപ്പോൾ ഇറാനുള്ളത്. കാരണം യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ GDP നല്ലൊരു റൈസ് ആയിട്ട് വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും അവർ. പക്ഷേ അവിടുത്തെ ഭരണം, അവിടുത്തെ ആളുകളും ഇപ്പോൾ യുദ്ധം നടന്ന സമയത്ത് പോലും എന്തുകൊണ്ട് അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പല സംഗീത ചാനലുകളിലും HL ചാനലുകളിലും ഓരോ ആളുകൾ വന്ന് വാദോരാതെ സംസാരിച്ചു. പക്ഷെ ആ ഒരു യുദ്ധത്തിന് അവിടുത്തെ മൊത്തം ജനങ്ങൾ സപ്പോർട്ടാണ് ചെയ്തത്. യുദ്ധത്തിനല്ല, അതായത് അവർക്കെതിരെ വന്നു കഴിഞ്ഞ ശത്രു ആരാണെങ്കിലും ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിന്നില്ല. ജനങ്ങൾ ഒരുമിച്ച് നിന്നു, സപ്പോർട്ട് ചെയ്തു എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിൽ അവരുടെ അതായത് മുതിർന്ന സൈന്യ അധിപന്മാരൊക്കെ മരിച്ച സമയത്ത് അവരുടെ കബറടക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു യാത്ര ഉണ്ടായിരുന്നു. അതിനൊക്കെ അവിടുത്തെ മൊത്തം ആളുകൾ ഇതിനെ കരഞ്ഞ് സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു ഭയങ്കര രംഗങ്ങളായിരുന്നു അതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഭരണത്തിനെതിരെയാണോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു രാഷ്ട്രീയത അവർക്കുണ്ടോ എന്നുള്ളതൊക്കെ.